പുതുവത്സരം വരാൻ പോവുക. ആ പുതുവത്സരം എന്ന പേര് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം അപകടങ്ങളാണ് സംഭവിപ്പിക്കാൻ പോകുന്നത്. വാഹനങ്ങളേറ്റ് യുവാക്കൾ നട്ടപ്പാതിരക്ക് രാത്രി ഉറങ്ങാണ്ട് ബൈക്കോട് റോട്ടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. എത്ര അപകടങ്ങൾ. പിന്നെ ഒരുപാട് തോരണങ്ങളും അതേപോലെ അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണവും അതേപോലെ തന്നെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഊർജ്ജവും ഉറക്കമുളക്കലും കുറേ പടക്കം പൊട്ടിക്കലുകൾ കുറേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം നമുക്കൊരു ആദർശമുണ്ട്. ആ ആദർശത്തിന് ആവശ്യമായ പ്രമാണമുണ്ട്. നമ്മുടെ യുവത്വം ഇത്തരം മോശമായ കാര്യങ്ങളിലല്ല ചെലവഴിക്കേണ്ടത്. അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കുന്ന വിഷയത്തിലാകട്ടെ നമ്മുടെ യുവത്വം ഉപയോഗപ്പെടുത്തേണ്ടത്. ബദറുണ്ടായതും ഉഹദുണ്ടായതും ഖന്തഖുണ്ടായതും ഹിജ്റയുണ്ടായതും ഇസ്ലാമിക ചരിത്രത്തിലെ എന്നെന്നും സ്മരിക്കാവുന്ന പല അത്ഭുതങ്ങളും ഉണ്ടായതും വൃദ്ധന്മാരായ ആളുകളെ കൊണ്ടല്ല, 25-ലും 26-ലും അല്ല 15 മുതൽ മേൽപോട്ട് പ്രായമുള്ള യുവാക്കളിലൂടെയാണ് ഇസ്ലാം പ്രചരിച്ചത്, ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടത്, ഇസ്ലാം അവർ പഠിച്ചത് ആ പ്രായത്തിലൊക്കെയാണ്. എങ്കിൽ ആ പ്രായത്തിലുള്ള നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് പുതുവത്സരങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ കുറേ പണം ചെലവഴിക്കലും അതിനുവേണ്ടി റാലികളും അതിനുവേണ്ടി മുദ്രാവാക്യങ്ങളും അതിനുവേണ്ടി പിന്നെ തോരകങ്ങളും അതിനുവേണ്ടി പണം ചെലവഴിക്കലും ഒന്നുമല്ല. നമുക്ക് നമ്മുടെ പ്രമാണത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. എന്താണോ അള്ളയും റസൂലും പഠിപ്പിച്ചത് അത് ദീനായി നമ്മൾ കൊണ്ടു നടത്തുക. ഇന്നല്ലെങ്കിൽ നാളെയായി നമ്മൾ മരിക്കാനുള്ളവരാണ്. നമുക്ക് മുമ്പ് ഒരുപാട് ആളുകൾ പോയി. നമ്മുടെ ഉപ്പമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ നാട്ടുകാര്, നമ്മുടെ കൂട്ടുകാര്, സുഹൃത്തുക്കൾ, അവരെപ്പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളുമൊക്കെ പോകാനുള്ളവരാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബിദ്അത്ത് കടന്നു വരരുത്, ഒരു ശിർക്ക് കടന്നു വരരുത് എന്ന ഉത്തമ ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക.